ഭരണിയിൽ ആരോഗ്യം, കാര്യവിജയവും സുഖവും. ഹരി ഓം. ഞാൻ സന്തോഷ് സരോവർ. ഭരണി നക്ഷത്രം ശുക്രൻ്റെ ദശാകാലത്തുള്ള ജനനം. അതുകൊണ്ട് തന്നെ ശുക്രനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. യമദേവൻ ഈ നക്ഷത്രത്തിൻ്റെ ദേവനുമാണ്. വളരെയധികം സത്യസന്ധതയും ആത്മാർത്ഥതയും പരിശ്രമശാലികളും ഒക്കെ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ഏറ്റെടുക്കുന്ന ജോലി അത് എന്ത് തന്നെയാണെങ്കിലും വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ വേഗം ചെയ്തു തീർക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. അതല്പം സാഹസകരമായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിൽ പോലും അത്തരം പ്രവൃത്തികളും ഒന്നും ചെയ്യാൻ ഇവർക്ക് യാതൊരു താല്പര്യക്കുറവോ അല്ലെങ്കിൽ മടിയോ ഒന്നും ഇവർ കാണിക്കില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്വഭാവം മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച്, ഇച്ഛയ്ക്കനുസരിച്ച്, നിർദ്ദേശത്തിനനുസരിച്ചൊന്നും ജോലി ചെയ്യാൻ ഇവർക്ക് താല്പര്യമുള്ള ആളുകളല്ല. ഇവർക്ക് ഇവരുടേതായ ചില ചിന്തകളും താല്പര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവരതനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വളരെയധികം സ്വതന്ത്രമായി ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ഇവരൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദേഷ്യം, എടുത്തുചാട്ടം, മുൻകോപം, വളരെ പരുഷമായിട്ട് സംസാരിക്കും. ഇവർക്ക് ആരോടെങ്കിലും ഒരു താല്പര്യക്കുറവോ ഒരു ഇഷ്ടക്കുറവോ ഒരു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അവരത് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും. പെട്ടെന്നൊന്നും ഇവരത് മറക്കുകയില്ല. ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങളും ഇവർക്കുണ്ട്. ഈ ഭരണി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങൾ, അതിൽ 1-ാം പാദത്തിൻ്റെ അധിപനായിട്ട് സൂര്യനും, 2-ാം പാദത്തിൻ്റെ അധിപനായിട്ട് ബുധനും, 3-ന്റെ ശുക്രനും, 4-ാം പാദത്തിൻ്റെ ചൊവ്വയുമാണ്. ജാതകത്തിലെ ഈ ഗ്രഹങ്ങളൊക്കെ നല്ല ബലവാന്മാരായിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും നല്ല മനോഹരമായി, ഇവരുടെ കർമ്മസ്ഥാനത്തിനാണെങ്കിലും ഇവരുടെ ഏത് മേഖലയിലാണെങ്കിലും ഇവരുടെ സാമൂഹികമായിട്ടുള്ള അവസ്ഥയ്ക്കുമൊക്കെ നല്ല ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കും. നല്ല ജീവിത വിജയം ഇവർക്ക് ലഭിക്കും. എന്നാൽ ഈ ഗ്രഹങ്ങൾക്ക് പാപസ്ഥിതിയോ മൗഢ്യമോ നീചമോ ഒക്കെ ആയി ബലഹീനമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളൊന്നും തന്നെ അവർക്ക് ലഭിക്കണമെന്നില്ല. ഇനി ലഭിച്ചാൽ പോലും അത് ആ ചെയ്യുന്ന പ്രവൃത്തിക്കൊത്ത് അവർക്കത് ലഭിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ കുറച്ച് ഗുണങ്ങൾ ഉണ്ടായി അത് അങ്ങനെ ഗുണത്തിൽ മാത്രം നിൽക്കും എന്നുള്ളൊരു സ്വഭാവമാണ് കാണുന്നത്. യമദേവനാണ് ഇവരുടെ നക്ഷത്ര ദേവൻ എന്ന് ഞാൻ പറഞ്ഞു. ഈ യമദേവൻ്റെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുകയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ആ നക്ഷത്ര ദേവൻ്റെ ഒരു അനുഗ്രഹമൊക്കെ നമുക്കതിലൂടെ പ്രാപ്തമാകും. ഇവരുടെ ദാമ്പത്യ ജീവിത ഭാവം നോക്കുമ്പോൾ ആ ഭാവം എന്ന് പറയുന്നത് തുലാം രാശി. ആ തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. അതുപോലെ തന്നെ ധനസ്ഥാനത്തിൻ്റെ ആധിപത്യവും ശുക്രനാണ്. അപ്പം ദാമ്പത്യ ഭാവത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെ ആധിപത്യമുള്ള ശുക്രൻ ജാതകത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും ഇവർക്ക് കിട്ടുക. വളരെ ഏറ്റവും നല്ല മനോഹരമായ സന്തോഷകരമായിട്ടൊരു ജീവിതം ഇവർക്ക് ലഭിക്കും. എന്നാൽ ഈ ശുക്രന് ഏതെങ്കിലും രീതിയിലുള്ള പാപത്വമോ അല്ലെങ്കിൽ മൗഢ്യമോ നീചമോ ഒക്കെ ആണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ ശോഭകളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഐക്യമോ ഒരു സംതൃപ്തിയോ സന്തോഷമോ ഒന്നും അവർക്ക് ലഭിക്കില്ല. അതോടൊപ്പം തന്നെയാണ് കർമ്മസ്ഥാനവും ലാഭസ്ഥാനവും. മകരം കുംഭം രാശികളാണ്. മകരം കർമ്മരാശിയും കുംഭം ലാഭരാശിയുമാണ്. അപ്പോൾ ഈ ലാഭത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രാശികളുടെ അധിപനായിട്ടുള്ള ശനി ജാതകത്തിൽ എത്രത്തോളം ബലവാനായിട്ട് നിൽക്കുന്നു അത്രത്തോളം കർമ്മമേഖല ഇവർക്ക് പുഷ്ടിപ്പെട്ടിരിക്കും. ആ കർമ്മം കൊണ്ടുള്ള ലാഭം, ആനുകൂല്യം, ഐശ്വര്യമെല്ലാം ഇവർക്ക് വർദ്ധിക്കും. എന്നാൽ ആ ശനിക്ക് ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാന ദോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, പാപത്വത്തിലോ നീചത്തിലോ മൗഢ്യത്തിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ കർമ്മമേഖലയിൽ അത് ബാധിക്കുകയും അത് അവരുടെ ലാഭത്തെ ബാധിക്കുകയും ചെയ്യും. ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കർക്കിടകൻ രാശി. അവരുടെ കുടുംബസ്ഥാനം, ഈ നക്ഷത്ര ജാതകരുടെ കുടുംബസ്ഥാനം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് കർക്കിടകൻ രാശിയാണ്. ഈ രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. വളരെയധികം സ്നേഹം, കുടുംബസ്നേഹം, കുടുംബത്തിനോടൊപ്പം ഒരുമിച്ചിരിക്കുന്ന ഉള്ള താല്പര്യം, ലാളിത്യം, ഇതെല്ലാം ഉള്ളൊരു സ്വഭാവത്തോടു കൂടിയാണ് ചന്ദ്രൻ. ഈ ചന്ദ്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും ഐശ്വര്യമുള്ള, സുന്ദരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഇവർക്ക് ലഭിക്കും. എന്നാൽ ഈ ചന്ദ്രന് ബലഹീനതയുണ്ടെങ്കിൽ എപ്പോഴും സങ്കടവും ടെൻഷനും മനപ്രയാസവും
മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഒക്കെ ആയിരിക്കും ഇവർക്കുണ്ടാകുക. അപ്പോൾ ഇത്തരത്തിൽ ജാതകത്തിൽ ഈ ഗ്രഹങ്ങളുടെ ബലവും ബലഹീനതയും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്രയും പരിശ്രമശാലികളായ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഈ ദുരിതങ്ങൾക്കൊക്കെ ഒട്ടൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ന്യൂനതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ദൈവാധീനമൊക്കെ ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ ഇവരുടെ കർമ്മമേഖലയും ലാഭസ്ഥാനവും ദാമ്പത്യ ജീവിതവും ധനവും കുടുംബവും എല്ലാം വളരെയധികം അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിനോടൊപ്പം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടിംഗ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. വീണ്ടും അടുത്തൊരു ജ്യോതിഷ വിശേഷമായി എത്തിച്ചേരുന്നിടം വരെ നന്ദി, നമസ്കാരം. ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യുക.